നമസ്കാരം. കുവൈറ്റ് ജനത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മരുഭൂമിയിൽ തണൽ തേടിയുള്ള യാത്രയിൽ മെച്ചപ്പെട്ട ജീവിതവും ധനസമ്പാദനവുമാണ് പ്രവാസികളുടെ ലക്ഷ്യം. ചിലർ ഒറ്റയ്ക്ക് പ്രവാസ ലോകത്ത് ജീവിതം മുന്നോട്ട് നീക്കുമ്പോൾ ബഹുഭൂരിപക്ഷവും കുടുംബത്തെ ഒപ്പം ചേർക്കുന്നവരാണ്. ഇങ്ങനെ കുടുംബത്തെ ചേർത്ത് പിടിക്കുമ്പോൾ കുട്ടികളുടെ മികച്ച വിദ്യാഭ്യാസം എന്ന വലിയ ലക്ഷ്യത്തെ ആശങ്കയോടെ നോക്കിക്കാണുന്നവരാണ് പ്രവാസികൾ. ഏത് സ്കൂൾ വേണം, ഏത് വിദ്യാഭ്യാസ സമ്പ്രദായം തിരഞ്ഞെടുക്കണം തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങളാണ് അവരെ അലട്ടുന്നത്. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം എന്ന പ്രവാസി സ്വപ്നങ്ങൾക്ക് മുന്നിൽ കവാടങ്ങൾ വിശാലമായി തുറന്നിടുകയാണ് കുവൈറ്റിലെ ഭവൻസ്. ഗൾഫ് രാജ്യങ്ങളിലുടനീളം സാന്നിധ്യമുള്ള ഭവൻസിന് കുവൈറ്റിൽ ഇപ്പോൾ 3 സ്കൂളുകളാണുള്ളത്. അമേരിക്കൻ സിലബസുള്ള ഒരു സ്കൂൾ കൂടി കുവൈറ്റിൽ തുടങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഭവൻസ് അധികൃതർ. മോഹമാണ് മികച്ച വിദ്യാഭ്യാസം. അതിൻ്റെ സാക്ഷാത്കാരമാണ് മികവിൻ്റെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. മോഹവും സ്വപ്നവും സാക്ഷാത്കരിക്കുന്ന ഇടമാണ് ഭവൻസ് എന്ന് വിശേഷിപ്പിക്കാം. അത്രമേൽ സമ്പന്നമായ വിദ്യാഭ്യാസ പാരമ്പര്യമാണ് ഭവൻസിൻ്റെ സ്കൂളുകൾക്കുള്ളത്. വിശാലമായ ക്യാമ്പസ്, മികച്ച സൗകര്യങ്ങളുള്ള ക്ലാസ് മുറികൾ, പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് മാർഗദീപങ്ങളാവാൻ പ്രതിഭാധനരായ അധ്യാപകർ, കുട്ടികളുടെ പഠനങ്ങൾക്ക് ആവശ്യമായ മുൻഗണന നൽകുന്ന മാനേജ്മെൻറ്റ്, അങ്ങനെ വിദ്യ എന്ന സർവ്വധനം സ്വരൂപിക്കാൻ ഏറ്റവും മികച്ച ഇടമായി മാറുന്നു ഭവൻസ് സ്കൂളുകൾ. കുവൈറ്റിലെ മികവിൻ്റെ കേന്ദ്രമായി ഭവൻസ് സ്കൂളുകളെ മാറ്റിയെടുക്കുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ ചെയർമാൻ രാമചന്ദ്ര മേനോൻ ജനം ടിവിയോട് പറഞ്ഞു. ഭവൻസ് മിഡിൽ ഈസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 18 വർഷം കഴിഞ്ഞു. 19ാമത്തെ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായിട്ട് ഭവൻസ് ഓപ്പൺ ചെയ്ത് കുവൈറ്റിലാണ്. അത് കഴിഞ്ഞിട്ട് UAE, ബഹ്റൈൻ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്കെല്ലാം നമ്മൾ പോയി. ടോട്ടൽ 11 സ്കൂൾ ഇപ്പോൾ ഭവൻസിൻ്റെ ബ്രാൻഡ് നെയിമിലുണ്ട്. എല്ലാ സ്കൂളുകളും ഭംഗിയായിട്ട് പോകുന്നു. 2 സ്കൂളുകൾ കൂടി അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശത്തിലിരിക്കുന്നു. അതിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഭവൻസിൻ്റെ വളർച്ച കഴിഞ്ഞ 19 വർഷമായിട്ട്. ഈ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം പാരൻസിൻ്റെ സപ്പോർട്ട്, കുട്ടികളുടെ സപ്പോർട്ട്, പാരൻസിൻ്റെ ഭവൻസിലുള്ള വിശ്വാസം. സപ്പോർട്ടിനെക്കാട്ടിലും കൂടുതൽ അവരുടെ വിശ്വാസമാണ് ഞങ്ങൾ എപ്പോഴും കണക്കിലെടുക്കുന്നത്. സോഫാർ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും നല്ല പേരോടുകൂടി, ചാരിതാർത്ഥ്യത്തോടുകൂടി, അതുമാതിരി കുട്ടികളെ അതുമാതിരി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന വിധത്തിൽ വി ആർ ഡൂയിങ് ദ ബെസ്റ്റ് വാട്ട് വി ക്യാൻ ഡു. ആദ്യമായിട്ട് മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഗൾഫ് റീജിയൻസിൽ ഒരു ഡേ ബോർഡിംഗ് സ്കൂളിൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഭവൻസാണ്. ധാരാളമായിട്ടുള്ള അക്കാഡമിക് ഇംപ്രൂവ്മെൻറ്റ്സും അക്കാഡമിക് പ്ലാൻസും അക്കാഡമിക്കിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ മാറ്റിയെടുത്തത് ഭവൻസ് സ്കൂൾ കുവൈറ്റിലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമാണ്. ഇപ്പോഴും പല സ്കൂളുകളും അവർ അഡ്വർടൈസ്മെൻറ്റ് വയ്ക്കുന്നത് തന്നെ ഭവൻസ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഭവൻസിലെ പോലെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഭവൻസിലെ ടീച്ചേഴ്സാണ് ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. ഭവൻസിൽ നിന്ന് ധാരാളം ടീച്ചേഴ്സ് പോയിട്ടുണ്ട്. അത് പോകുന്ന ടീച്ചേഴ്സ് 2 കാര്യങ്ങളാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നാണ് പറയുന്നത്, അവർക്ക് ഭവൻസിലെ വർക്ക് ലോഡ് എടുക്കാൻ പറ്റുന്നില്ല, അതൊരു കാരണം. പിന്നെ ഭവൻസ് ടീച്ചേഴ്സിന് ട്യൂഷൻ എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. സോ വെൻ ദേ ഗോ ടു അതർ സ്കൂൾസ് ദേ ആർ ഗോയിങ് ഫോർ ട്യൂഷൻസ്. And of course, everybody want to make money, and they are also making money. So the purpose is not education or teaching; it is to make money. It is very natural. നിരന്തരമുള്ള ആധുനികവൽക്കരണവും പരിഷ്കരണവുമാണ് ഭവൻസിൻ്റെ മുഖമുദ്ര. മികച്ച അധ്യാപനം എന്ന ലക്ഷ്യം മുൻനിർത്തി അധ്യാപകരുടെ പ്രതിഭകൾക്ക് മാറ്റുകൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് കാലോചിതമായി ഭവൻസ് നടപ്പിലാക്കുന്നത്. 50ഓളം അധ്യാപകരെയാണ് പുതിയ അധ്യയന വർഷത്തിൽ ഭവൻസ് നിയമിച്ചിരിക്കുന്നത്. ഇവരുടെ വരവോടെ യുവതലമുറയുടെ മികവ് സ്കൂളിന് ലഭിക്കുമെന്ന് രാമചന്ദ്ര മേനോൻ പറഞ്ഞു. അമേരിക്കൻ സിലബസിലുള്ള സ്കൂൾ ഈ വർഷം തുടങ്ങും.
ഈ സ്കൂൾ സ്വദേശികൾക്കും വിദേശികൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന ഒന്നായി മാറും. ഞങ്ങളുടെ അടുത്തുള്ള ടീച്ചേഴ്സ് 18, 17, 16 കൊല്ലങ്ങളായ ടീച്ചേഴ്സ് ഇവിടെയുണ്ട്. ദേ ആർ സ്റ്റിൽ വിത്ത് us. ഈ വർഷം ഞങ്ങളെല്ലാം കൂടി ഒരു 40-50 ടീച്ചേഴ്സിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഈ മാർച്ച് മാസം വരെയായിട്ട്. All of them are very young, around maybe 20, between we can say 20 to 25. Very active candidates, active teachers, and they have ideas and they know what all things they should do in the class, and they are doing a wonderful job. കുവൈറ്റിൽ ധാരാളം പാരൻസ് അമേരിക്കൻ സ്കൂൾ വേണമെന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ലോക്കൽസ് എന്നെ അപ്രോച്ച് ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ ഡിമാൻഡ് ധാരാളം വന്നപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് CBSE സ്കൂൾ സ്മാർട്ട് ഇന്ത്യൻ സ്കൂളിൽ നിന്ന് IASലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് IASൽ വിൽ ബി കമ്പൈൻഡ് സ്കൂൾ, സ്മാർട്ട് ഇന്ത്യൻ ആൻഡ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ ടുഗദർ അണ്ടർ വൺ റൂഫ്. ആൻഡ് സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ വി ആർ കൺവേർട്ടിംഗ് ടു അമേരിക്കൻ കരിക്കുലം. അതിൻ്റെ പ്രോസസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്രൂവൽസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. സെപ്റ്റംബറിൽ വിൽ ബി സ്റ്റാർട്ടിങ് എൻ അമേരിക്കൻ സ്കൂൾ ഇൻ ദ ക്യാമ്പസ് ഓഫ് സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ. വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുകയെന്ന സാർവത്രികമായ ലക്ഷ്യമില്ലാതെയാണ് ഭവൻസിൻ്റെ പ്രവർത്തനം. ഒരു അഡ്മിഷൻ എടുത്താൽ മറ്റൊരു അഡ്മിഷൻ ഫ്രീ തുടങ്ങിയ സ്വപ്നസുന്ദര വാഗ്ദാനങ്ങളൊന്നും ഭവൻ സ്കൂളുകളുടെ പ്രവേശനത്തിൽ കാണാൻ കഴിയില്ല. മികച്ച വിദ്യാഭ്യാസമെന്ന മോഹത്തോടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ഏറ്റവും മൂർദ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കലാണ് ഭവൻസിൻ്റെ ലക്ഷ്യം. അതിന് തെളിവാണ് കഴിഞ്ഞ 4 വർഷമായി കുവൈറ്റിലെ ഏറ്റവും മികച്ച CBSE സ്കൂൾ എന്ന നേട്ടത്തിൻ്റെ നെറുകയിൽ ഭവൻസ് എത്തിയത്. ഭവൻസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഉദ്ദേശം എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കൊടുക്കുക എന്നുള്ളതല്ല. കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മറ്റേ സ്കൂളിൽ കിട്ടാത്ത ഫെസിലിറ്റി ഇവിടെ കിട്ടുന്ന അവരുടെ പാരൻസിനോ അവർക്കോ തോന്നിയാൽ മാത്രം നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു. അല്ലാണ്ട് ആര് വന്നാലും എടുക്കാം. ഇവിടെ വേറെ സ്കൂളുകളെ കാണാറുണ്ട്, ഒരു അഡ്മിഷൻ എടുത്താൽ ഒരു അഡ്മിഷൻ ഫ്രീ. നമ്മൾ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്ന അത്രയേ ഉള്ളൂ. ആർക്ക് പഠിക്കണം, ആർക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ ടീച്ചേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് കുവൈറ്റിലെ CBSE സ്കൂളിലേക്ക് വെച്ച് ബെസ്റ്റ് സ്കൂൾ ഭവൻസ് സ്കൂളാണെന്നുള്ളത് ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഇന്ത്യൻ എംബസിയിൽ വെച്ചിട്ട് ഇന്ത്യൻ ബിസിനസ് ഫോറം കുവൈറ്റ് അവരും IIT IM അവരുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരുടെ ജോയിൻറ്റ് ഡിസിഷനിൽ എടുത്ത തീരുമാനമാണ് ഭവൻസ് ഈ വർഷവും ടോപ്പ് ഇന്ത്യൻ സ്കൂൾ ഫോർ ഗ്രേഡ് 10 CBSE എക്സാം എന്നുള്ള അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഐ ഹോപ്പ് ഫോർ നെക്സ്റ്റ് ഇയർ വിൽ ടേക്ക് 10 and 12. അതിനുള്ള പ്രതീക്ഷയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന ആപ്തവാക്യം ഭവൻ സ്കൂളുകളിലൂടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. സ്വപ്നങ്ങൾ കൂട്ടിവെച്ച് സമ്പാദിക്കുന്ന പ്രവാസിയുടെ കീശയിലെ നാണയങ്ങൾ ചോർത്തിയെടുക്കുകയെന്ന ലക്ഷ്യമില്ലാതെ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഈ മഹാവിദ്യാഭ്യാസ പ്രസ്ഥാനം ഗൾഫിലെ മണലാരണ്യങ്ങളിൽ വിദ്യയുടെ പുതുനാമ്പ് മുളപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. കാലാതീതമായ അറിവിൻ്റെ വിദ്യാകിരണമായി. ന്യൂസ് അപ്ഡേറ്റ്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ കുവൈറ്റിലെ വിവിധ ഭാഗങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. പള്ളികൾക്ക് പുറമെ ഒട്ടേറെ സ്ഥലങ്ങളിലായി 5:59 നമസ്കാരം നടന്നത്. വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലും ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചു. പെരുന്നാൾ തീർച്ചയായും സന്തോഷത്തിൻ്റെതാണ്. നമ്മളെങ്ങനെ സന്തോഷം ഓർക്കപ്പെടും? അവന്റെ കഴിഞ്ഞു ഇത് ജയിച്ചവർക്കുള്ളതാണ് പെരുന്നാൾ. കാസർഗോഡ് നിവാസികളുടെ നേതൃത്വത്തിലും ചെറിയ പെരുന്നാൾ ആഘോഷം നടന്നു. ഫ്ളാറ്റുകൾ സന്ദർശനം നടത്തിയും കൈമുട്ടിപ്പാട്ടും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് പെരുന്നാൾ ആഘോഷിച്ചത്. സാമൂഹ്യ പ്രവർത്തകൻ സത്താർ കുന്നിലാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്.
ഭാരതീയ പ്രവാസി പരിഷത്ത് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി സുധീർ വി മേനോനും ജനറൽ സെക്രട്ടറിയായി ഹരി ബാലരാമപുരവുമാണ് ചുമതലകൾ ഏറ്റെടുത്തത്. ട്രഷററായി പ്രഭാകരൻ, ജോയിന്റ് ജനറൽ സെക്രട്ടറിയായി രാജ് ഭണ്ഡാരി, വെൽഫെയർ സെക്രട്ടറി രാജേഷ് ആർജെ, മെമ്പർഷിപ്പ് സെക്രട്ടറി രശ്മി നവീൻ ഗോപാൽ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. ട്രാവൻകൂർ ഫുട്ബോൾ അസോസിയേഷൻ കുവൈറ്റ് ടി-ഫാക് ഓൾ ഇന്ത്യ 7A സൈഡ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 1 നടക്കുന്ന മത്സരത്തിൽ 16 ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മിഷ്റഫ് ഗ്രൗണ്ടിൽ വൈകുന്നേരം 4 മണി മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുക. 16 ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിലെ വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫികളും മികച്ച കളിക്കാർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം നിവാസികളായ താരങ്ങളും ഫുട്ബോൾ പ്രേമികളും ചേർന്ന് രൂപവൽക്കരിച്ചതാണ് ടി-ഫാക്. കളിക്കാരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും അഭിവൃദ്ധിക്കും പ്രാധാന്യം നൽകുക, ടൂർണമെന്റുകൾക്കായി ടീമിനെ സജ്ജമാക്കുക എന്നിവയാണ് ടി-ഫാക്കിന്റെ ലക്ഷ്യമെന്ന് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രസിഡന്റ് ഹരിപ്രസാദ് മണിയൻ, ജനറൽ സെക്രട്ടറി മെർവിൻ വർഗീസ്, ട്രഷറർ ബിജു ടൈറ്റസ്, ടൂർണമെന്റ് കൺവീനർ ജോബ് ജോസഫ്, PG ബിനു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുവൈറ്റിലെ മലയാളി പാട്ടുകാരുടെ കൂട്ടായ്മയായ കുവൈറ്റ് ഇന്ത്യൻ സിംഗേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇഫ്താർ സംഘടിപ്പിച്ചു. മങ്ക് ഓഫ് ഡിലൈറ്റ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ സത്താർ കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് സ്റ്റീഫൻ ദേവസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ സത്താർ കുന്നിൽ റമദാൻ സന്ദേശം നൽകി. ജനറൽ സെക്രട്ടറി ബിനോയ് ജോണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിന്ധു രമേശ് ആശംസകൾ അർപ്പിച്ചു. ട്രഷറർ അനുരാജ് ശ്രീധരൻ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് സംഘടനയുടെ ഭാരവാഹികളെ പുനഃസംഘടിപ്പിച്ചു. പ്രസിഡന്റായി കിഷോർ ആർ മേനോനെയും ജനറൽ സെക്രട്ടറിയായി ബിനോയ് ജോണിയെയും ട്രഷററായി അനുരാജ് ശ്രീധരനെയും വൈസ് പ്രസിഡന്റുമാരായി റാഫി കല്ലായി, സുമിത നായർ എന്നിവരെയും തെരഞ്ഞെടുത്തു. മലയാളി മീഡിയ ഫോറം കുവൈറ്റ് ഇഫ്താർ സംഘടിപ്പിച്ചു. MLA തോമസ് കെ തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലയാളി മീഡിയ ഫോറം കുവൈറ്റ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം MLA തോമസ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. മതജാതി ഭേദമില്ലാതെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് കുവൈറ്റിലെ മലയാളി സമൂഹത്തിന്റെ വലിയ പ്രത്യേകതയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജനറൽ കൺവീനർ നിക്സൺ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഷ്റഫ് എഗരൂൽ റമദാൻ സന്ദേശം നൽകി. കൺവീനർമാരായ ജലീന്ദ്ര പ്രയാർ സ്വാഗതവും ഹബീബുള്ള മുറ്റിച്ചൂർ നന്ദിയും രേഖപ്പെടുത്തി. സാരഥി കുവൈറ്റ് സംഘടിപ്പിച്ച കായികമേളയുടെ ഉദ്ഘാടനം ഹെസ അഹമ്മദ് മെഹ്മൂദ് നിർവഹിച്ചു. 80 ഇനങ്ങളിലായി നടന്ന മത്സരത്തിൽ 1000-ഓളം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. അഹമ്മദി അൽ ഷബാബ് സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. 80 ഇനങ്ങളിലായി 16 പ്രാദേശിക സമിതികളെ പ്രതിനിധീകരിച്ചാണ് മത്സരം നടന്നത്. ഹെസ അഹമ്മദ് മെഹ്മൂദ്, ശിവാനി ചൗഹാൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജനറൽ സെക്രട്ടറി ജയൻ സദാശിവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ സിജു സദാശിവൻ സ്വാഗതവും ട്രഷറർ ദിനു കമൽ നന്ദിയും രേഖപ്പെടുത്തി. ട്രസ്റ്റ് ചെയർമാൻ ജിതിൻ ദാസ്, വനിതാവേദി ചെയർപേഴ്സൺ പ്രീതി പ്രശാന്ത് എന്നിവർ ആശംസകൾ അറിയിച്ചു. ജനറൽ കൺവീനർ സിജു സദാശിവൻ, നന്ദു എന്നിവർക്കൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പ്രാദേശിക ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ട്രിവാൻഡ്രം ക്ലബ് കുവൈറ്റ് മാനവ സൗഹൃദ ഇഫ്താർ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് രാജേഷ് കൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ലോക കേരള സഭാംഗം ബാബു ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ഇസ്മായിൽ വള്ളിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ആശാ രാജേഷ് സ്വാഗതവും ആതിര ജിബീഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഓവർസീസ് NCP ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്കായി ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു. ലോക കേരള സഭാ പ്രതിനിധി ബാബു ഫ്രാൻസിസ്, ഓവർസീസ് NCP നാഷണൽ സെക്രട്ടറി ബിജു സ്റ്റീഫൻ, കുവൈറ്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാർ, മറ്റു ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. അടൂർ NRI ഫോറം കുവൈറ്റ് ചാപ്റ്റർ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഫാദർ ജോമോൻ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KC ബിജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമീർ മുഹമ്മദ് കൊക്കൂർ, വിബീഷ് തിക്കോടി, വനിതാ വിഭാഗം കൺവീനർ ആശാ ശാമുവൽ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി റോയ് പാപ്പച്ചൻ സ്വാഗതവും ബിനു ജോണി നന്ദിയും അറിയിച്ചു. UNA കുവൈറ്റ് ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. സ്കൂൾ അധ്യാപകർക്കും സ്റ്റാഫിനും വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ ഒട്ടേറെ പേരാണ് പങ്കെടുത്തത്. അബ്ബാസിയ ആസ്പിയർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ട്രെയിനിംഗ് സെഷനിൽ UNA ഭാരവാഹികളായ നിഹാസ് വാണിമേൽ, ഷറഫുദ്ദീൻ പിറക്കയിൽ, ഷുഹൈബ് മുഹമ്മദ്, ഫാരിസ് കല്ലൻ, ധന്യരാജ് തരകത്ത്, ജാവേദ് ബിൻ ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. ഹൃദയസ്തംഭനം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാകുന്ന ശ്വാസതടസ്സം തുടങ്ങിയ സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട പ്രാഥമിക ശുശ്രൂഷകളെക്കുറിച്ച് വിശദമായ രീതിയിൽ പ്രായോഗിക ക്ലാസുകളിലൂടെയാണ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചത്. തുടർന്നും ഇത്തരം സെഷനുകൾ നടത്തുവാൻ ആളുകൾക്ക് ബേസിക് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുവാനുള്ള അവസരം ഉണ്ടാകുവാൻ UNA കുവൈറ്റിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള യുണൈറ്റഡ് ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഇഫ്താർ സംഘടിപ്പിച്ചു. ദജിജ് മെട്രോ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം റോയൽ സീഗൽ ഗ്രൂപ്പ് ചെയർമാൻ സുനിൽ പറക്കപ്പാടത്ത് നിർവഹിച്ചു.
ജനറൽ കൺവീനർ മാർട്ടിൻ മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഇഫ്താർ സംഗമത്തിന്റെ ഉദ്ഘാടനം റോയൽ സീഗൽ ഗ്രൂപ്പ് ചെയർമാൻ സുനിൽ പറക്കപ്പാടത്ത് നിർവഹിച്ചു. ഡോക്ടർ ആലിഫ് ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാൻഡ് ഹൈപ്പർ കുവൈറ്റ് റീജിയണൽ ഡയറക്ടർ അയൂബ് കച്ചേരി, മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ഹംസ പയ്യന്നൂർ, കുട കൺവീനർമാരായ എം.എ. നിസാം, സന്തോഷ് പുനത്തിൽ, തങ്കച്ചൻ ജോസഫ് കൂടാതെ മുൻ ഭാരവാഹികളായ ഷൈജിത്ത്, പ്രേംരാജ്, ചെസിൽ ചെറിയാൻ, അലക്സ് മാത്യു, വിവിധ സാമൂഹിക സംഘടനാ നേതാക്കൾ, ജില്ലാ അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കൺവീനർ സക്കീർ പുതുനഗരം സ്വാഗതം ആശംസിച്ച ചടങ്ങിന് കൺവീനർ ജിനേഷ് ജോസ് നന്ദി രേഖപ്പെടുത്തി. കുട എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റ് സംഘടിപ്പിച്ച ഇഫ്താർ പ്രസിഡന്റ് രാജേഷ് പരിയാരത്ത് ഉദ്ഘാടനം ചെയ്തു. ജിജു മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനാബ് ഫൈസൽ മഞ്ചേരി ഇഫ്താർ സന്ദേശം നൽകി. ട്രഷറർ മനോജ് പരിയാനി നന്ദി പറഞ്ഞു. Hello viewers, welcome to KQ Matters 2024 organized by Pavan's Indian Educational School Kuwait. Today in this quizzing compact we have the category of grade 9s to 12. Once again welcome to KQ Matters 2024 where knowledge reigns supreme. Now we go to the fourth round. Let's have some entertainment. First question in this segment is to Team A. This is from the movie Jurassic Park. In this film, many different types of dinosaurs are acting. Identify the theropod dinosaur shown in the given picture, which appears throughout the Jurassic World trilogy and is commonly known as Rexy among fans. Give its scientific name. Rexy, what is its scientific name? Tyrannosaurus Rex. Have you watched Jurassic Park series, the movies? Your answer is very, very correct. You get 10 points. Well done, Team A. Next question. So you know what is Google Doodle? You can take a look at this good doodle. This was a logo that appeared in Google's search engine. Identify the important day observed for this logo to appear. This doodle appeared on a special day, for observing a special day. Time started, 25 seconds remaining. Is it World Environment Day? Sorry, your answer is wrong. It is the World Earth Day 2024. Very close, but the answer is wrong. The correct answer is the World Earth Day 2024. Next question to Team C. Your question, again based on a movie. In the movie The Martian, the main character, Mark Vonti, grows potatoes to survive on Mars. What essential scientific principle does he use to cultivate the crops in Martian soil? It's based on a movie. You can see the picture. The scientific principle. 20 seconds remaining. Time is over. Yeah. Is it Yeah. moisture? Moisture. Moisture. Sorry, the answer is wrong. Very, very popular term. It is something related to botany. No. Your chance is over. Okay. Now I'm just giving the point, the correct answer. The correct answer is photosynthesis. Team D? Yeah. Your question is ready. Outbreak is a 1995 American medical disaster film directed by Wolfgang Peterson. In this movie, they showed a fictional virus. What is the name of the virus mentioned in the movie? A fictional virus mentioned in the movie. An American movie directed by Peterson. Yep. The Wolverine virus. Could you repeat? The Wolverine. A bit louder. Virus. The Wolverine virus. Sorry, the answer is wrong. The correct answer is Ebola virus. Ebola virus. Yeah. So now we go to the second round of this segment, entertainment. Starting with Team A. Team A, your question is ready. It is going to be based on a movie, an Indian movie. Yeah. The movie Tare Zameen Par explores the life and imagination of Ishan, an artistically gifted 8-year-old boy whose poor academic performance leads to
leads his parents to send him to a boarding school where a new teacher named Nikum identifies a disorder in Ishan. Name the disorder. Can you identify it? Can you name- Autism. Autism? Can you be specific? No. Okay, your answer is wrong. The correct answer is starting with D. Any guess? The correct answer is dyslexia. Dyslexia. Next question number 2 in round 2 to Team B. Team B, based on a family is at the movie theater and one child seated at the back side of the theater has difficulty seeing the movie clearly. What eye defect might the child be experiencing? Movie theater, one child can't see the screen properly. Where is the child seated? At the back side of the theater. Can you guess? Can you give the correct answer? Or can you guess? Yeah. 18 seconds remaining. Hypermetropia. Could you repeat? Hypermetropia. Sorry, your answer is wrong. The correct answer is nearsightedness or myopia. Next is again based on an Indian movie. Ready? Do you watch Hindi movies? Indian movies? Okay, now I think you will easily answer the question. So, here is the question. So, Pa is a 2009 Indian Hindi language comedy drama film directed by R. Balki, starring Amitabh Bachchan, Abhishek Bachchan and Vidya Balan. Oru is an intelligent and witty 12-year-old boy with an extremely rare genetic disorder. Mentally he is 12 and very normal, but physically he looks 5 times older. Name the genetic disorder. Can you name the genetic disorder? You can see the boy. One is Abhishek Bachchan, the other one is Amitabh Bachchan. Can you identify Amitabh Bachchan in the picture? Yeah. But can you name the genetic disorder the character suffers? Cerebral palsy? Sorry, your answer is incorrect. The correct answer is progeria syndrome. Progeria syndrome, the correct answer. Last question of the segment is to Team D. Again, a movie based. You have to identify the movie and the director. Identify the movie and the director. You have to give both the answers to get 10 points. No partial marking. The movie and the director. Is it Avatar? Avatar. Sorry, your answer is wrong. The correct answer is The Extraterrestrial, directed by Steven Allen Spielberg. Yeah, that's the correct answer. 4 rounds are over. Now the results are ready. Let's check the results. Team A with 40 points, 40 points. Team B with 40 points. Team C, 30 points. Team D, 40 points. Now we have 3 teams leading the quiz. Team A, Team B and Team D with 40 points. Congratulations to all the contestants.